ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ. പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ബീഫ് റോസ്റ്റ്. ചെറിയ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ ചെറിയ ബീഫ് റോസ്റ്റ്? അങ്ങനെയല്ല കേട്ടോ. കുറച്ച് ബീഫ് എടുത്ത് ഞാൻ അത് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇത്രയും കൂടെ, പിന്നെ കറിവേപ്പ് എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പ് ഞാൻ ഇട്ടില്ല. പക്ഷേ ബീഫിനൊക്കെ കറിവേപ്പ് ഇട്ടെങ്കിലേ നല്ല അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ എനിക്ക് കറിവേപ്പില്ല, എനിക്കെവിടെയും പോയി ചോദിക്കാനും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പൊന്നും എടുത്തില്ല. അപ്പോൾ ഞാനിത് ഇത്രയും കൂട്ടം ഞാനിങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. എണ്ണയൊക്കെ ഒഴിച്ച്, പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, കൊച്ചുള്ളി, പച്ചമുളക്, സവാള, പിന്നെ സവാള കുറച്ചെടുത്തോളൂ കേട്ടോ, ഒരു പാതി സവാള എടുത്തോളൂ. പിന്നെ കൊച്ചുള്ളിയാണ്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് ബീഫ് റോസ്റ്റിന് ഇങ്ങനെയൊക്കെയാണോ എന്ന് ആരെയൊക്കെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഓക്കെ, ഞാനിതിനകത്തോട്ടൊരു ഇച്ചിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിക്കകത്ത് ഞാൻ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഉപ്പേ ഞാൻ ഇട്ടുള്ളൂ, ഇതൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി. പെട്ടെന്ന് വഴന്ന് വരും. ഇച്ചിരി ഉപ്പിട്ട് നമ്മൾ സവാള വഴറ്റുവാണെങ്കിലും എന്തോ വഴറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ശകല ഉപ്പില്ലാത്ത കഞ്ഞിയില്ല എന്ന് പറയുന്ന മാതിരി ഉപ്പ് വേണം ഇതിന്. അതൊരു പായസം വെക്കുകയാണെങ്കിലും കണ്ടില്ല, ഉപ്പ് വേണം കേട്ടോ. അപ്പം ഇത് നല്ലോണം ഒന്ന് വഴന്ന് നല്ല ഫ്രഷായിട്ട് വരണം. ഓക്കെ, ഇവിടെ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിയണം കേട്ടോ. അരിഞ്ഞ് പിന്നെ അതിനകത്ത് കുറച്ച് മസാലപ്പൊടി, പിന്നെന്തുവാ, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടാണ് ഞാനിത് വേവിച്ചിവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഉണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് പെട്ടെന്നാണ് കേട്ടോ റോസ്റ്റ് ചെയ്യാൻ പറ്റി, പെട്ടെന്നാണ് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരുവിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാനില്ല. ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, പച്ചമുളകൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇടാം. ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് വഴറ്റി വെച്ച് നമുക്ക് മുളക് പൊടി തോനെ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി തോനെ ഇടാം കേട്ടോ. ഞാൻ ഇച്ചിരി ഇട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇറച്ചി വേവിക്കാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടിയൊന്നും ഞാൻ ഇനി ഇടുന്നില്ല. ഒരുപാടായിക്കഴിഞ്ഞാലും അത് പ്രശ്നമാകും. ഇനി നമുക്ക് ഈ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ, ഉണ്ടോ, തീരെ ചെറുതായിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചെറുതായിട്ട് വേണം നമ്മൾ കേട്ടോ ഇറച്ചി വേവിക്കുമ്പം അരിഞ്ഞ്. നമ്മൾ കറി വയ്ക്കാൻ അരിയുന്ന പോലെ അരിയരുത്, അതിനേക്കാൾ ചെറുതായിട്ട് അരിയണം റോസ്റ്റിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും, നമ്മുടെ റോസ്റ്റ് പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ചെറിയതായിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടൊന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം പ്ലീസ് പ്ലീസ് പ്ലീസ്. അതിന് വേണ്ടിയൊന്നുമില്ല, ചെറിയൊരു വീഡിയോസാണ് കേട്ടോ.
ചെറിയ ചെറിയ തുണ്ടവാക്കി നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പലഹാരത്തിന് കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ്. അപ്പോൾ ഓക്കേ, അസ്സലാമു അലൈക്കും.